ഹായ്, എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുക്ക് വാ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ? ഇവിടെ ഭയങ്കര മഴ കേട്ടോ. വെളുപ്പിനെ തൊട്ട് മഴ പെയ്യാൻ തുടങ്ങിയതാണ്, മഴയാണ്. എല്ലാവരും ചായ കുടിച്ചോ? സുഖമായിട്ടിരിക്കുവാണോ എല്ലാവരും? നമുക്കിവിടെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു. എത്ര പേർക്കറിയാം നമ്മുടെ ബാക്കി ചോറ് മിച്ചം വരുമ്പോൾ നമ്മൾ ചോറ് ഒന്നുമില്ല കളയും, അല്ല പഴങ്ങഞ്ഞ് കുടിക്കുകയൊക്കെ ചെയ്യത്തില്ലേ? നമുക്ക് ചോറ് വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ പറ്റുമേ. നല്ല അടിപൊളി, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാം. എന്തോ ആ ടേസ്റ്റാണെന്നറിയാമോ? ചിലർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ വിശ്വസിക്കുന്നു. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ. നല്ല അടിപൊളി പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് ചോറ് വെച്ച് നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാം. ഞാൻ അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കാണിച്ചു തരാം. എല്ലാവരും വീഡിയോയിലേക്ക് വാ, അപ്പോൾ കാണിക്കാവേ. എല്ലാവരും ചായ കുടിക്കണം കേട്ടോ, ഭയങ്കര മഴയല്ലേ. എല്ലാവരും ചായ കുടിക്കണം. ടാറ്റാ. ഇതാട്ടോ ഗോതമ്പ് പൊടി, ഇത് ചോറും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നനയ്ക്കാൻ പാകത്തിനുള്ള ചോറ് നമുക്ക് ഇതിനകത്തോട്ട് ഇടണേ. ഇല്ല, ചോറ് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ചോറ് എടുത്തിടണേ. നമ്മളൊട്ടും വെള്ളം ചേർക്കുന്നില്ല. എന്നിട്ട് ചോറ് എടുത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അത് ഈ ചോറ് നമ്മളിത് മിക്സിയുടെ ജാറിനകത്തിട്ട് അരയ്ക്കുമല്ലേ, ഇത് നന്നായിട്ട് രണ്ടും കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് ഇതാക്കണേ. കണ്ടോ, ഈ പരുവത്തിന് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി പൊടിയായിട്ട് കിട്ടും. ഞാനത് കാണിക്കാവേ. ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അവിടെ നന്നായിട്ട് ഈ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് കണ്ടോ, നല്ല പുട്ടുപൊടി പോലെ നല്ല സോഫ്റ്റ് ആയിട്ട്. നിങ്ങൾക്കത് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നല്ല സോഫ്റ്റായിട്ട്. ഞാൻ എന്നിട്ട് ഇത് പുട്ടുണ്ടാക്കി കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് നോക്കണേ, ഞാൻ പുട്ടുണ്ടാക്കി കാണിക്കാവേ. ക്യാമറ ഒന്നും എടുക്കാൻ ആരുമില്ല, ഞാൻ സ്വന്തമായിട്ട് എടുക്കണേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ വെക്കണേ. നമ്മൾ തേങ്ങ നന്നായിട്ട് ചേർക്കണം കേട്ടോ. നല്ല തേങ്ങയൊക്കെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ നന്നായിട്ട് ചേർക്കണം. എന്നിട്ട് കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കി നല്ല പുട്ടുപൊടി പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ, തുള്ളി പോലും. അതാരെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. എന്നിട്ട് ഒരു ട്രിപ്പ് ഇടണം. അത് കഴിഞ്ഞ് അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെയും തേങ്ങ ഇടണം. എന്നിട്ട് പിന്നെ ഇടണം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും കേട്ടോ. ഞാൻ തന്നെത്താനെയാണ് കേട്ടോ ക്യാമറ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കി നോക്കണം. നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ച് നോക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പറയാം, എന്താണെന്ന് പറയാവേ. ഇതിൻ്റെ കേട്ടോ ആവി വരുന്നുണ്ടേ. ക്യാമറ കാണോ? ആവി വരുന്നു. ക്യാമറ കാണാമെന്ന് തോന്നുന്നു. നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാവേ. നല്ല ഇത് കേട്ടോ, നല്ല സ്മെല്ല്, നല്ല അടിപൊളി സാധനം കേട്ടോ. നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ. നോക്കണം, നല്ല അടിപൊളി ഗോതമ്പ് പുട്ട് കേട്ടോ. നല്ല അടിപൊളി ഗോതമ്പ് പുട്ട് കേട്ടോ. നല്ലത് നോക്കിയേ, നല്ല പഞ്ഞി പോലത്തെ ഗോതമ്പ് പുട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടറിയാം, നല്ല സോഫ്റ്റാണ് കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ആരെങ്കിലും ഈ ഗോതമ്പ് പുട്ട് കഴിച്ച് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഞാൻ എനിക്ക് ഗ്യാരണ്ടി പറയാം. ചോറും ഇച്ചിരി ഉപ്പും ഗോതമ്പ് പൊടി അത് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് നിറച്ച് തേങ്ങാപ്പീരയിട്ട് പുട്ടുണ്ടാക്കണം. നല്ല സോഫ്റ്റ് അടിപൊളി പുട്ടാണ്. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ടാറ്റാ, ബൈ.